ഹലോ ഗൈസ്, വെൽക്കം ടു അവർ വ്ളോഗ്. അങ്ങനെ ആറ്റ് തോറ്റിരുന്ന് നമ്മൾ ഇന്ന് ഐഫോൺ 17 Pro Max എടുക്കാൻ പോവാണ്. 1 TB. നമ്മൾ മഞ്ഞുമലകളും മഞ്ഞു കൂമ്പാരങ്ങളും താണ്ടിയാണെന്ന് ഫോൺ എടുക്കാൻ പോകുന്നത് ഗൈസ്. നമ്മളങ്ങനെ വണ്ടി കയറാനായിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് നോക്കിയിട്ട് ഭയങ്കര മഞ്ഞായിരുന്നു. അതിൻ്റെ ഇവിടെ കാണാനുണ്ട്. മഞ്ഞൊക്കെ വീണിട്ട് ഫുള്ള് ചവിട്ടി തള്ളയായിട്ട്. ഗൈസ്, ഞാൻ പറയാൻ പറഞ്ഞു, ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഗൈസ്, വണ്ടി വരാൻ വേണ്ടി നമുക്ക് 1 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. എല്ലാവരും നല്ല തണുത്ത് മരവിച്ച് നിൽപ്പുണ്ട് അവിടെ ഗൈസ്. അപ്പം നമ്മൾ വണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടോ, ഇതാണ് പ്രശ്നം. ഫുള്ള് മഞ്ഞ് വീണ് എല്ലാം വെള്ളമായിട്ടിരിക്കുവാണ്. ഗൈസ്, നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ അവിടെ നിന്നൊരു 3-4 മിനിറ്റേ ഉള്ളൂ. നമ്മൾ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് നടന്നു പോകാം. ഗൈസ്, നമ്മൾ നടന്നു പോവാണ്. മഞ്ഞിനകത്തിൽ കൂടെ നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ കടലിലെ മണലിനകത്തിലൊക്കെ നടക്കുന്ന പോലെ കാലിങ്ങനെ തെന്നി താഴോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു 2 മിനിറ്റ് നടക്കാനുണ്ട്. നമ്മൾ സാറ്റേണിൽ നിന്നാണ് ഫോൺ എടുക്കുന്നത്. നമുക്കവിടെ ഫോൺ അവൈലബിൾ ആണോ, സ്റ്റോക്ക് ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. പെട്ടെന്നൊരു ദിവസം ഫോൺ എടുക്കാൻ തോന്നി, നമ്മൾ ഫോൺ എടുക്കാൻ ഇറങ്ങി. അത്രേ ഉള്ളൂ. മഞ്ഞ് പെയ്ത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഗൈസ് അവസ്ഥ. ഫുൾ ചള്ള. ഗൈസ്, അങ്ങനെ തണുത്ത് മരവിച്ച് നടന്ന് നമ്മൾ കടയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ബാക്കി കാണാം. നമ്മൾ സാറ്റേണിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എൻ്റെ ഐഫോൺ എന്ന സാക്ഷാത്കാരം. ഇത് നടക്കുവോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് സ്റ്റോക്ക് ഉണ്ടോ എന്ന് തിരക്കി നോക്കാം. ഗൈസ്, നമ്മൾ അസ്വസ്ഥരാണ്. ഐഫോൺ എടുക്കാൻ പറ്റിയില്ല, ഇവിടെ സ്റ്റോക്കില്ല. അതുകൊണ്ട് നമ്മൾ വേറെ ദിവസം എടുക്കുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ വേറെ 2 സാധനം കൂടി നോക്കാനാണ് ഇവിടെ വന്നത്. ഒന്ന്, നമ്മുടെ വീട്ടിലെ വാക്യൂം ക്ലീനർ അടിച്ചുപോയി. 2, നമ്മുടെ വീട്ടിലെ മൈക്രോവേവ് അടിച്ചുപോയി. അപ്പോൾ ഐഫോൺ കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ നമ്മൾ വാക്യൂം ക്ലീനറും മൈക്രോവേവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, 17 Pro Max എടുക്കാൻ വന്നിട്ട് നമ്മളിന്ന് വാക്യൂം ക്ലീനർ എടുത്തിട്ട് വീട്ടിൽ പോകുന്നതാണ്. നമുക്കിനി ഒരു മൈക്രോവേവ് ഓവനും കൂടി വേണം. അപ്പം നമുക്ക് അതും കൂടി നോക്കിയിട്ട് എടുക്കാം. ഇവിടെ കുറേ കമ്പനിയുടെയൊക്കെ ഇരിപ്പുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ മൈക്രോവേവ് ഓവനും എടുത്തു, വാക്യൂം ക്ലീനറും എടുത്തു. ഐഫോൺ മാത്രം കിട്ടിയില്ല. കുഴപ്പമില്ല, നമ്മളത് എടുക്കുന്നതാണ്. അങ്ങനെ ഫോൺ എടുക്കാൻ പറ്റാത്ത സങ്കടത്തിൽ നമ്മൾ വാക്യൂം ക്ലീനറും നമ്മുടെ മൈക്രോവേവും ബില്ലടിക്കാൻ പോവാണ്. ഫോൺ ഞാൻ എടുക്കും കേട്ടോ. ഫോണിന് എടുക്കുന്നത് ഞാൻ അടുത്ത വ്ളോഗിൽ കാണിക്കും. ഫോണ് ഇവിടെ 1 TB മാത്രം സ്റ്റോക്കില്ല, ബാക്കിയെല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് 1 TB വേണം. സങ്കടമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഗൈസ്, നമ്മളങ്ങനെ മൈക്രോവേവും നമ്മുടെ വാക്യൂം ക്ലീനറും ബെറ്റ്സാലൻ ചെയ്യുവാണ്. അതായത് പേയ്മെൻറ്റ് ചെയ്യുവാണ്. പേയ്മെൻറ്റ് ചെയ്തിട്ടിനി ഇത് പൊക്കിക്കൊണ്ട് നമ്മൾ വീട്ടിൽ പോകുന്നതാണ്. അത് വലിയ 2 ബോക്സാണ്. പക്ഷെ നമ്മൾ 4 പേരുണ്ടല്ലോ, കുഴപ്പമില്ല. ഇപ്പം നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തൊട്ടടുത്തുള്ള ഗോയേഷ്യ സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കപ്പ കിട്ടും. വൈകിട്ട് നമുക്ക് കപ്പ ബിരിയാണി വെക്കാനാണ് പ്ലാന്. അങ്ങനെ അവർ കപ്പ മേടിച്ച് ഗൈസ്. ഉണ്ടോ, നമുക്ക് ഇന്ന് വൈകിട്ടത്തെ കപ്പ ബിരിയാണിക്കുള്ള കപ്പയാണിത്. ഗോയേഷ്യ എന്ന് പറഞ്ഞ കടയിലാണ് ഈ കപ്പ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഇന്ത്യൻ കടയിൽ കിട്ടുന്നതിനേക്കാളും നല്ല മികച്ച കപ്പയാണ് ഗോയേഷ്യ കിട്ടുന്നത്.
സീരിയസ്ലി ഗൈസ്. മറ്റേതാണെങ്കിൽ ഒരുമാതിരി കേടായിരിക്കും ഇന്ത്യൻ കടയിൽ കിട്ടുന്നത്. ഇവിടെ കിട്ടുന്നത് നല്ല ഫ്രഷ് കപ്പയാണ്, നോക്കിയെടുത്താൽ മതി. ഗൈസ് നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് മഞ്ഞു കൂമ്പാരത്തിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറകിൽ 2 ആൾക്കാരുണ്ട്. അയ്യോ എന്തെങ്കിലും കാണുന്നില്ലല്ലോ. അതുകൊണ്ടാ വരുന്നുണ്ട്, ബാക്കിൽ വരുന്നുണ്ട്. ഭയങ്കര പാടാണ് ഈ സാധനത്തിന്, നല്ല വെയിറ്റ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ഈ മഞ്ഞിനകത്ത് കൂടെ നടക്കുന്നതാണ് ഒരു ടാസ്ക്. ഒന്നാമത്തെ കാര്യം തെന്നി വീഴും, പിന്നെ നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിനി അടുത്ത് നടന്ന് നമുക്ക് നല്ലൊരു വിശക്കുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് പോവാം. നമ്മളിന്ന് വൈകിട്ട് കപ്പ ബിരിയാണി വെക്കുന്നത്, പക്ഷെ അത് വൈകിട്ട് വെക്കത്തുള്ളൂ. ഇപ്പം 3:30 ആയതേ ഉള്ളൂ സമയം. അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ, ഷവർമയോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാം. നാട്ടിൽ കിട്ടുന്ന ഷവർമയൊന്നും ഇവിടെ കിട്ടത്തില്ല. പക്ഷേ നമ്മളിവിടുന്ന് ഒരു അറബിക് കടയിൽ നിന്നാണ് ഷവർമ മേടിക്കുന്നത്. അത്യാവശ്യം ഓക്കെ അത്ര പറയാൻ പറ്റൂ. നാട്ടിലെ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. അവരിങ്ങനെ സാധനമായിട്ട് വരുന്നുണ്ട്. എന്താ കഴിക്കുന്നേ? ഷവർമ, ബൺ ഷവർമ. ഓക്കെ, ബൺ ഷവർമ കഴിക്കാന്ന് വിചാരിക്കുന്നു. നമുക്കിനി വണ്ടി കയറി ഇവിടെ നിന്നൊരു 4-5 മിനിറ്റ് ഉണ്ട്. ഈ പുള്ളിക്കാരനെ കണ്ടോ? ഈ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ട്രസ്റ്റിലുള്ള പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ ഫുൾ ടൈം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, ഫുൾ ടൈം. ഗൈസ് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഒരു 2 സ്റ്റോപ്പ് കൂടെ ഉണ്ട്, നമ്മൾ വീട്ടിലെത്തും. നമ്മളങ്ങനെ വണ്ടി ഇറങ്ങി ഇങ്ങനെ നടന്നു പോവാണ്. പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ മലയും മഞ്ഞും കുന്നും തോടും ആറും ഒക്കെ കടന്നാണ് ക്ലാസ്സിൽ പഠിക്കാനൊക്കെ പോയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പിള്ളേരോട് പറയാം ഇതുപോലെ. ഞങ്ങൾ മഞ്ഞ് മലകൾ കടന്നാണ് പണ്ട് പൊക്കോണ്ടിരുന്നെന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ കേട്ടോ, നല്ല ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് കൂടെ നടക്കാനായിട്ട്. അവര് ഫ്രണ്ടിൽ കയറി. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയില് ഇപ്പം ഞങ്ങളിവിടെ വന്നേ പിന്നെ ആദ്യമായിട്ടാണ് ഇത്ര മഞ്ഞ് പെയ്യുന്നത്. ബാക്കി സ്റ്റേറ്റുകളിലെല്ലാം അത്യാവശ്യം നല്ല മഞ്ഞാണ്, പക്ഷെ ഇവിടെ ഈ തവണയാണ് ഏറ്റവും കൂടുതൽ മഞ്ഞ് പെയ്തിട്ടുള്ളത്. ഈ ഒരാഴ്ചയായിട്ട് ഫുള്ള് മഞ്ഞ് പെയ്യലായിരുന്നു. അതാ നമ്മുടെ ഒരു ഫ്രണ്ട് അവിടുന്ന് ടാറ്റ കാണിക്കുന്നുണ്ട്. അവള് മലയാളി തന്നെയാണ്. ഞങ്ങളുടെ ഫ്ലാറ്റ് അവിടാണ്, അവൾ ഇവിടെയാണ് താമസിക്കുന്നത്. സ്നേഹിതയായ ഭർത്താവ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്, ചുമ്മിക്കൊണ്ട് പോകുന്നുണ്ട്. എൻ്റെ കൈയൊക്കെ ഭയങ്കര തണുത്ത് മരവിച്ച് പിടിക്കാൻ പറ്റുന്നില്ല സാധനം. അവള് മേളിൽ നോക്കുന്നുണ്ട്. ഗൈസ് നമ്മളാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഒരമ്മച്ചി നടക്കാൻ വയ്യാതെ മഞ്ഞിനകത്ത് കൂടെ കഷ്ടപ്പെടുന്നു. ഞങ്ങളവരെ അങ്ങോട്ട് സാധനങ്ങളൊക്കെ അങ്ങോട്ട് കയറ്റി കൊടുത്ത് അമ്മച്ചി അങ്ങോട്ട് കൈ പിടിച്ച് കയറ്റി വിട്ടിട്ടുണ്ട്. ഒരു സഹായം. നമ്മൾ ഇടയ്ക്ക സൂപ്പർ മാർക്കറ്റിൽ വന്നപ്പോൾ ആദ്യമായിട്ടൊരു ഓഫർ കണ്ടാണ്. ഇത്ര ഓറഞ്ച് വിത്ത് ബക്കറ്റ് 4.99 € ഉള്ളൂ. ഓറഞ്ച് ഏകദേശം 5 കിലോ ഉണ്ട്. ഓറഞ്ച് വിത്ത് ബക്കറ്റ് വെറും 4.99. ഞങ്ങളങ്ങനെ ഒരു ബക്കറ്റ് ഓറഞ്ചും സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിയേക്കുവാണ്. നമ്മൾ മേടിച്ച ഓവനും വാക്യൂം ക്ലീനറും നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകും. നമ്മളങ്ങനെ ഷവർമയൊക്കെ കഴിച്ച് സെറ്റായി. പിന്നെ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. ജനുവരി ഇത്രയും 10-ാം തീയതി എങ്ങാണ്ടായിട്ടും നമ്മൾ ഇതുവരെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് അയച്ചിട്ടില്ല. ഇവിടെ ആർക്ക് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പം അതൊക്കെ അഴിച്ച് ഒരു മൂലയ്ക്കാക്കാൻ പോവാണ്. വാക്യൂം ക്ലീനറൊക്കെ നോക്കി എല്ലാം ഓക്കെയാണ്. എല്ലാം ക്ലീനാക്കി, ഫ്ലോറൊക്കെ ക്ലീനാക്കി. ഇനി ഇതും കൂടെ പണി ബാക്കിയുണ്ട്. അങ്ങനെ നമ്മളൊരു ബോക്സ് പൊട്ടിച്ചപ്പോൾ നമുക്ക് നേരത്തെ നാട്ടിൽ നിന്ന് വന്ന പെട്ടിയിലത്തെ ഒരു പാലടപ്പായസം കിട്ടി.
അപ്പം നമ്മൾ രാത്രി ഇത് ഉണ്ടാക്കാൻ പോവാണ്. ഈ സമയം രാത്രി 12:30. ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല. പായസമൊക്കെ കുടിച്ചെല്ലാവരും മത്ത് പിടിച്ചിരിക്കുകയാണ്. അടുത്തത് നമ്മൾ ഒരു ബക്കറ്റ് ഓറഞ്ച് എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. നമ്മൾ ഓറഞ്ച് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഇതിൽ ഉപ്പിട്ട് കഴിക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഇന്നത്തേക്കിന് സൈനിങ് ഓഫ് ചെയ്യുകയാണ്. ഇസ്മി ബ്ലസ്സി ആൻഡ് റിഷാൻ സൈനിങ് ഓഫ്. ബൈ.